ന്റെ മുൻ നായകൻ കെയ്ൻ വില്യംസൺ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അപ്രതീക്ഷിത വിരമിക്കൽ. ഗുഡ് ബൈ വില്യംസൺ. 16 വർഷം നീണ്ട കരിയറിൽ പൂർണ്ണ തൃപ്തി എന്നാണ് സമൂഹ മാധ്യമത്തിൽ കരിയർ അവസാനിപ്പിച്ചുകൊണ്ടുള്ള കെയ്ൻ വില്യംസന്റെ വാക്കുകൾ. അരഗൻസ് കൊണ്ടും സ്ലഡ്ജിംഗ് കൊണ്ടും ക്രിക്കറ്റിൽ ശ്രദ്ധേയരായ താരങ്ങൾക്കിടയിൽ ഒരു ജെന്റിൽമൻ ക്രിക്കറ്റിന്റെ മുഖമായി കെയ്ൻ വില്യംസന്റെ വാക്കുകൾ നമുക്ക് ലഭ്യവുമായിരുന്നു. രുചേഷ് പി രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. രുചേഷ് പി രവീന്ദ്ര, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ന്യൂസിലാൻഡിന്റെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരനാണ്, എക്കാലത്തെയും മികച്ച നായകനാണ്. പക്ഷേ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച മനുഷ്യർക്കിടയിലാകും ആരാധകർക്ക് വില്യംസൺ. തീർച്ചയായും അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഒക്കെ പലപ്പോഴും നമ്മൾ വിലയിരുത്തുന്നതാണ്. നമുക്കറിയാം, അത് ന്യൂസിലൻഡ് പോലെ ഒരു രാജ്യത്ത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന തരത്തിലുള്ള റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിലേറെ നമ്മൾ ഒരുപക്ഷെ ക്രിക്കറ്റിന് പുറത്തുള്ള ആളുകൾക്ക്, ക്രിക്കറ്റിനെ വളരെയധികം ശ്രദ്ധയോടെ നോക്കുന്ന ആളുകളല്ലാതെ ക്രിക്കറ്റിന് പുറത്തുള്ള ആളുകൾക്കും കെയ്ൻ വില്യംസിനെ ഒരുപാട് ഇഷ്ടമാകാനുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷതയാണ്. പലപ്പോഴും അത് നമ്മൾക്ക് തന്നെ അത്ഭുതം തോന്നും. 2019 ലോക ഫൈനൽ പരാജയമൊക്കെയാണ് ഒരുപക്ഷെ ആളുകൾക്ക് ഓർമ്മയുണ്ടാകുക, വളരെ പെട്ടെന്നുള്ള ഒരു ഓർമ്മയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ആ മത്സരത്തിൽ ആദ്യഘട്ടത്തിൽ അത് സമനിലയാകുന്നു, പിന്നീട് അത് ടൈ ആകുന്നതിന് ശേഷം പിന്നീട് അതൊരു സൂപ്പർ ഓവറിലേക്ക് പോകുന്നു. സൂപ്പർ ഓവർ മത്സരവും ടൈ ആകുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് നിയമപ്രകാരം അത് ഈ ബൗണ്ടറികളുടെ എണ്ണം എടുക്കുക എന്നൊരു നിയമമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകർ പോലും അത് അംഗീകരിക്കുന്ന ഒരു നിയമമല്ല, പക്ഷേ അന്നത്തെ നിയമം അതായിരുന്നു. ആ തരത്തിൽ പിന്നീട് ആ കിരീടം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു കിരീടത്തിന് കുതിച്ചു നിന്ന ഒരു ടീം കിരീടം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായി ഇത്തരം നിയമത്തോടൊക്കെ ഒരു ക്ഷോഭത്തോടെയുള്ള ഒരു പ്രതികരണം ആളുകൾ പ്രതീക്ഷിക്കും. പക്ഷേ വളരെ പുഞ്ചിരിയോടെ ആ സമയം നേരിട്ട ഒരാളാണ് കെയ്ൻ വില്യംസൺ. പിന്നീട് അദ്ദേഹം 2021 ന്യൂസിലൻഡിന് ആദ്യത്തെ പ്രഥമ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. 2020 ലോകകപ്പിലും സമാനമായി തന്നെ അദ്ദേഹം ടീമിനെ ഫൈനലിൽ എത്തിച്ചു. അതിന് മുൻപ് ന്യൂസിലൻഡിനൊപ്പം 3 സെമി ഫൈനലുകൾ കളിച്ചു. അതോടൊപ്പം തന്നെ ഒരു കളിക്കാരൻ എന്ന നിലയിൽ കൂടി അദ്ദേഹം മികച്ച പ്രകടനം പലപ്പോഴും ടീമിനായി കളിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂസിലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺവേട്ടക്കാരൻ കെയ്ൻ വില്യംസൺ ആണ്. ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്നെ ഏറ്റവും ആദ്യം പറയേണ്ട പേര് കെയ്ൻ വില്യംസൺ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ആധുനിക ക്രിക്കറ്റിലെ ഫാബുലസ് 4 എന്ന 4 താരങ്ങളിൽ ഒരാളാണ് കെയ്ൻ വില്യംസൺ. അതിൽ ആദ്യത്തെ റിട്ടയർമെന്റ് ആണ് എന്ന് പറയാം. ആ 4 പേരിൽ ആദ്യത്തെ റിട്ടയർമെന്റ് ആണ് വരുന്നത്. എന്തായാലും കെയ്ൻ വില്യംസൺ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം പറയുന്നത്. പുതിയ താരങ്ങൾ കടന്നു വരുന്നത് എന്തായാലും പൂർണ്ണമായും സംതൃപ്തിയോടെയുള്ള ഒരു കരിയറാണ് അദ്ദേഹത്തിന് ഉണ്ടായതെന്ന് പറയുന്നു. ഈ അവസരമൊക്കെ വലിയൊരു ഭാഗ്യം എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം കണ്ടത്. എന്തായാലും ചെയ്യാനാവുന്നതെല്ലാം ചെയ്തു എന്ന ഒരു സംതൃപ്തി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കട്ടെ, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ ക്രിക്കറ്റ് കാണുമല്ലോ, നമ്മുടെ ഈ അച്ഛൻ്റെയും ഒക്കെ കൂടെ ഇരുന്നിട്ട് ക്രിക്കറ്റ് കാണുന്ന സമയത്ത് ഞാൻ അതിഭീകരമായിട്ട് ഓസ്ട്രേലിയൻ ആരാധകയായിരുന്നു. ഇപ്പം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും എനിക്ക് മാത്യു ഹെഡനെയും റിക്കി പോണ്ടിങ്ങിനെയും ആഡം ഗ്ലിക്രിസിനെയൊക്കെ ആയിരുന്നു എനിക്കിഷ്ടം. ഞാൻ അവരുടെ 6ഉം 4ഉം വരുമ്പോൾ കൈയടിക്കുകയും അവരുടെ വിക്കറ്റ് വരുമ്പോൾ സങ്കടപ്പെടുകയും ചെയ്ത കൂട്ടത്തിലായിരുന്നു. പിന്നീട് ബുദ്ധി ഉറച്ച കാലത്താണ് പിന്നീട് ഇന്ത്യക്കൊപ്പം ചേരുകയും പിന്നീട് ക്രിക്കറ്റ് കളി ആ ഒരു സ്പോർട്സ്മാൻ ഫിറ്റിൽ കാണാൻ തുടങ്ങിയതും. പക്ഷേ ഇതിനൊക്കെ ശേഷം ഭയങ്കര ഒരു ആരാധന ഇഷ്ടമൊക്കെ തോന്നിയ ഒരാളായിരുന്നു കെയ്ൻ വില്യംസൺ. ശരിക്കും ഇപ്പോൾ ഒരു സ്പോർട്സ് രീതിയിൽ നമ്മളതിനെ, കായിക രീതിയിൽ നമ്മളതിനെ അവലോകനമൊക്കെ ചെയ്യുമ്പോൾ രുചേഷ് രവീന്ദ്രൻ തോന്നുന്നുണ്ടോ വില്യംസൺ വിരമിക്കേണ്ട സമയമായോ? അദ്ദേഹത്തിന് ഇനിയും ക്രിക്കറ്റ് കരിയർ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്പം ഫോം ഔട്ടാണ്. പക്ഷേ ഫോം ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയും അത് ക്ലാസ് ഈസ് പെർമനൻ്റ് എന്നതാണല്ലോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്ലാസ് ക്രിക്കറ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ പ്രതിഭയുണ്ട്. ഏത് സമയത്തും അത് തേച്ച് മിനുക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയും ഒരു കാലം അദ്ദേഹത്തിന് ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ചില താരങ്ങൾ അങ്ങനെയാണ്. അവർ നമ്മൾ പറയുന്നത് പോലെ പാട്ടുള്ള സംഗീതം ഉള്ള സമയത്ത് തന്നെ പാട്ട് നിർത്തുകയാണ് എന്ന് പറയുന്നത് പോലെയാണ്. എന്തായാലും ക്രിക്കറ്റ് ഉള്ളിലുണ്ട്, ക്രിക്കറ്റ് ഇനിയും ചെയ്യാനുണ്ട് എന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് അല്പം വേദന തന്നുകൊണ്ട് തന്നെയാണ് കെയ്ൻ വില്യംസൺ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും അന്താരാഷ്ട്ര കരിയറിൽ നേടാവുന്നതെല്ലാം നേടി എന്ന തരത്തിൽ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. പ്രത്യേകിച്ച് ന്യൂസിലൻഡ് പോലെ ഒരു രാജ്യത്ത് നിന്ന് ചെയ്യാനാവുന്നതെല്ലാം ചെയ്തുകൊണ്ടാണ് കെയ്ൻ വില്യംസൺ പായടഴിക്കുന്നത്. ഓക്കെ, ശരി രുചേഷ് രവീന്ദ്ര.